Winpoint Academy ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കെമിക്കൽ കൈനറ്റിക്സിൽ ഉണ്ടായിരുന്ന ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി അല്ലേ, ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റിയാണ് ലാസ്റ്റ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. എന്താ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അപ്പോൾ അതിനൊരു ഗ്രാഫിക്കൽ മെത്തേഡും ഉണ്ട് അല്ലേ. നമ്മളൊരു ടാൻജൻറ്റ് പ്ലോട്ട് ചെയ്തിട്ട് ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് മെത്തേഡ് അല്ലേ. അപ്പോൾ നമുക്ക് അത്ര ഈസി ആയിട്ട് അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മെത്തേഡിനെ ഒന്നും കൂടെ നമ്മളിവിടെ ഈസി ആക്കുന്നതാണ് എന്ത്, ഇൻ്റഗ്രേറ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് മെത്തേഡ്. അപ്പോൾ നമുക്ക് രണ്ട് ഇൻ്റഗ്രേറ്റഡ് മെത്തേഡാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇൻ്റഗ്രേറ്റഡ് മെത്തേഡ് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷനും അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് മെത്തേഡ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും. അപ്പോൾ ഇൻ്റഗ്രേഷന് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ വേണ്ട ഒരു ഇക്വേഷനാണ് ഇൻ്റഗ്രൽ 1/x dx. ഇൻ്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് പ്ലസ് സി എന്നുള്ളതാണ്. ഇൻ്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് പ്ലസ് സി. അതേപോലെ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് സി. അപ്പോൾ ഈ രണ്ട് ഫോർമുലാസാണ് കാര്യമായിട്ട് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രേഷൻ അതേപോലെ തന്നെ ഡിഫറൻസിയേഷൻ? നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് അങ്ങനെ ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്, ഇൻ്റഗ്രേഷനും അതേപോലെ ഡിഫറൻസിയേഷനും. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ചോക്ക് അല്ലേ, ഈ ചോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ഫോമിലാണ് ഈ ചോക്ക് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനെ ഏറ്റവും ചെറിയ കഷ്ണാക്കി മാറ്റുക. ഇനി അങ്ങോട്ട് അല്ലേ പൊടിക്കാൻ പറ്റുന്നിടത്തോളം എത്രത്തോളം നിങ്ങൾക്ക് ഇതിനെ പൊടിയാക്കാൻ പറ്റും, അങ്ങനെ ആയിട്ട് ഏറ്റവും അവസാനം ഇനി നമുക്കതിനെ അല്ലേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചെറുതാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഷ്ണം എന്ന് പറയുന്നത് ഈ ചോക്കിൻ്റെ ഡിഫറൻഷ്യൽ ഫോമാണ്. അപ്പോൾ ഈ ചെറിയ കഷ്ണങ്ങളെല്ലാം കൂടെ എടുത്ത് യോജിപ്പിച്ച് കഴിഞ്ഞാലോ നമുക്ക് പഴയ പോലെ തന്നെ ആ ചോക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ഡിഫറൻഷ്യൽ ഫോമിനെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് വലിയ ഒന്നിൽ നിന്നും അതിൻ്റെ ഏറ്റവും ചെറുതിലേക്ക് പോകുന്നതും, ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആ ചെറുതിൽ നിന്നും നമ്മൾ തിരിച്ച് എങ്ങോട്ടേക്ക് വരിക, ആ വലിയ ഫോമിലേക്ക് വരുന്നതാണ് അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷനും അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനുമാണ്. അപ്പോൾ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എ സീറോ ഓർഡർ റിയാക്ഷൻ ഇപ്പോൾ കൺസിഡർ എ സീറോ ഓർഡർ റിയാക്ഷൻ ആർ ഗിവിംഗ് പി എന്ന് പറയുന്ന ഒരു സീറോ ഓർഡർ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ സീറോ ഓർഡർ റിയാക്ഷനിൽ നമുക്ക് എന്താ പറയാം, ഇതിൻ്റെ അല്ലെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ പവർ 0 ആണ്. കാരണം ആർ അല്ലെ ആ പവർ, ഈ പവറാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഓർഡർ എത്രയാണെന്നുള്ളത്. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ആർ പവർ 1 എന്നാവും, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ആർ പവർ 2, ആർ പവർ 3 അല്ലേ, തേർഡ് ഓർഡറിന് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എന്താണ്, റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ പവർ 0. അതിനാണ് റേറ്റ് ഇക്വേഷൻ. അല്ലെങ്കിൽ കെ എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് കോൺസ്റ്റൻറ്റ്, ശരിയല്ലേ. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, മൈനസ് dr/dt അല്ലേ. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് dr/dt. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഏതൊക്കെയാണ്, ഒന്ന് റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ പവർ 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് dr/dt. ഇത് ഞാൻ ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. നൗ കമ്പയറിങ് ഇക്വേഷൻ 1 and 2, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും, മൈനസ് dr/dt ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ പവർ 0 എന്ന് പറഞ്ഞൂടെ. മൈനസ് dr/dt ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ പവർ 0. എ നമ്പർ അല്ലേ, അല്ലെങ്കിൽ നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ആർ പവർ 0യുടെ വാല്യൂ എത്രയാ, 1. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്താൽ, മൈനസ് dr ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ടി അല്ലേ. മൈനസ് dr/dt ഈക്വൽ ടു കെ ആണ്. ഇപ്പം മൈനസ് dr ഈക്വൽ എന്ത് കിട്ടി, കെ ഇൻറ്റു ഡി ടി. അതല്ലെങ്കിൽ dr ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി അല്ലേ. dr ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടി. dr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് ആർ അല്ലേ. ഒരു വളരെ സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് എന്ത്, dr എന്ന് പറയുന്നത്.
ഡി എക്സ് അല്ലെ ഡി ടി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ മൊത്തം ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ ഡി ആർ കണ്ടാൽ പോരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനിലെ ഇക്വേഷൻ 3നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 3 നമുക്ക് എന്താ കിട്ടുക? ഇക്വേഷൻ 3നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി ആർ ഈസ് ഈക്വൽ ടു -k. ഒരു കോൺസ്റ്റന്റ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ -k എന്നുള്ളത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. -k ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി. ഇൻ്റഗ്രൽ ഡി ആർ ഈസ് ഈക്വൽ ടു -k ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി ആർ എന്താവും? ഇൻ്റഗ്രൽ ഡി ആർ എന്ന് പറയുന്നത് ആർ പ്ലസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് നമ്മുടെ കയ്യിൽ നിൽക്കട്ടെ, അത് നമ്മളിവിടെ എഴുതുന്നില്ല. ഇൻ്റഗ്രൽ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഈസ് ഈക്വൽ ടു -kt അല്ലേ? -k ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട് അല്ലേ? C1 എന്നായിക്കോട്ടെ, ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്താ? C2. അപ്പോൾ നമുക്ക് എന്താ പറയുക? C2 മൈനസ് C1 എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ C2 മൈനസ് C1 ഞാൻ ഒരൊറ്റ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതുന്നത് എന്താണ്? C. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. R ഈക്വൽ ടു -kt പ്ലസ് C എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വേഷൻ. R ഈക്വൽ ടു -kt പ്ലസ് C എന്ന് പറഞ്ഞൊരു ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഇനിയാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് അറ്റ് ടൈം ടി. അതായത് നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്ര ആയിക്കോട്ടെ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 ആയിക്കോട്ടെ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ R0 എന്ന് പറഞ്ഞാൽ എന്താ? R0 റെപ്രസെന്റ്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് അറ്റ് 0 ടൈം. അതായത് റിയാക്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള കോൺസെൻട്രേഷൻ ആണ് എന്ത്? R0 0 ടൈമിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ടി എന്ന് പറഞ്ഞ സമയത്ത് എത്തുമ്പം R0 എന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്തു. എത്ര സമയം റിയാക്ട് ചെയ്ത്? ടി എന്ന് പറഞ്ഞ സമയം റിയാക്ട് ചെയ്തു. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കൂടുകയാണോ കുറയാണോ ചെയ്യുക? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കുറയാണ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ 50 ഗ്രാം റിയാക്റ്റൻ്റ് ഉണ്ടെങ്കിൽ അല്ലേ 0 ടൈമിൽ 50 ഗ്രാമാണ്. ഇനി പതുക്കെ റിയാക്ഷൻ മുന്നോട്ട് പോകുന്നു. ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ കഴിയുമ്പം 50 ഗ്രാം എന്നുള്ളത് 40 ഗ്രാമോ 30 ഗ്രാമോ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ വാല്യൂ ആണ് ഏത്? 10ാമത്തെ സെക്കൻഡിലുള്ള റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ R എന്ന് പറയുന്നത്. ഏത്? ടി സെക്കൻഡിൽ നമ്മളെ കയ്യിൽ ആ R0 എവിടെ എത്തി? 6 ആയിട്ടുണ്ട്. അപ്പോൾ R0നേക്കാൾ ചെറിയ വാല്യൂ ആണ് എന്ത്? 6. സോ R റെപ്രസെന്റ്സ് അല്ലെ കോൺസെൻട്രേഷൻ ഓഫ് R റെപ്രസെന്റ്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എപ്പോ? അറ്റ് ടൈം ടി. ടി എന്ന് പറഞ്ഞ ടൈമിലുള്ള കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം ഡിഫൈൻഡ് ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറഞ്ഞ ടൈം. അപ്പോൾ C എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് അല്ലെ? നമ്മുടെ ഇക്വേഷനിൽ അത് എന്ത് ചെയ്തിട്ടില്ല? അതിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് എ വാല്യൂ ഫോർ സിക്ക് നമ്മൾക്ക് എന്ത് കൊടുക്കാം? ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ഇനി ശരിക്കും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനാണ് ടൈം എന്ന് വിചാരിക്കുക. ഞാൻ ടൈമാണ് ഇപ്പോൾ 0 ടൈമിലാണ് ഞാനുള്ളത്. അപ്പോൾ എൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എൻ്റെ കൈയാണ് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് വിചാരിച്ചോ. ഇതാണ് R0. അപ്പോൾ T0 എന്ന് പറഞ്ഞ ടൈമിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? R0 ആണ്. ഇനി സമയം മുന്നോട്ട് പോകുന്നു. റിയാക്ഷൻ അല്ലേ? സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ കൈ ഇങ്ങനെ തന്നെ കൊണ്ടുപോയാൽ ശരിയാവോ? ഇല്ലല്ലോ. സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ടി എന്ന് പറഞ്ഞല്ലേ ആ ടൈം അല്ലേ 0 ടൈമിൽ നിന്ന് ഞാൻ ടി എന്ന് പറഞ്ഞ ടൈമിലേക്ക് എത്തുന്ന കോൺസെൻട്രേഷൻ ഇത്രയും ചെറുതായി വരുന്നു. അപ്പോൾ അതാണ് എന്ത്? ടി എന്ന് പറഞ്ഞ സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആണ് എന്ത്? 6. അത് ഈ 6 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണെന്ന് വിചാരിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വെൻ T ഈക്വൽ ടു 0, അതായത് നമ്മൾ എന്ത് ചെയ്യുക? ആ ടി എന്ന് പറഞ്ഞ ടൈം അല്ലേ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ടി എന്ന് പറഞ്ഞ ടൈമിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് തിരിച്ചു പോരുക? 0 ടൈമിലേക്ക് ഞാൻ റിയാക്ഷനെ തിരിച്ചു കൊണ്ടുവരുന്നു. തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ കൈ ഇങ്ങനെ തന്നെ വെച്ച് കൊണ്ടുവന്നാൽ ശരിയാവില്ലല്ലോ. കാരണം എന്താ? തിരിച്ചു പോരുകയാണ്, റിവേഴ്സ് ആണ്, നടക്കാത്ത കാര്യമാട്ടോ. അതൊക്കെ നമ്മളൊരു തിയററ്റിക്കലി പറയുന്നതാണ്. തിരിച്ചു പോരുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് കൂടൂലേ? മുന്നോട്ട് പോകുമ്പോൾ കുറയുന്ന ആളാണെങ്കിൽ ബാക്കിലേക്കാണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യും? കൂടും. കൂടി എത്ര വരെ കൂടും? ഞാൻ 0 ടൈം വരെ വന്ന് നിന്നു. 0 ടൈം വരെയാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്ര വരെ ആവും? R0. അപ്പോൾ എന്ത് പറയാ? ടൈം 0 ആണെങ്കിൽ ആറിന്റെ വാല്യൂ എന്താണ്? ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് R0 ആണ്. ശരിയല്ലേ? അപ്പൊ ഈ R എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടൈം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആറിന്റെ വാല്യൂ കുറഞ്ഞു വരും അല്ലേ? ടൈം ബാക്കിലേക്കാണ് വരുന്നതെങ്കിലോ ആറിന്റെ വാല്യൂ കൂടും. എന്നാൽ ആറിന്റെ മാക്സിമം വാല്യൂ എത്രയാ? ആറിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് R0 ആണ്. അത്രയല്ലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ 50 ഗ്രാം റിയാക്റ്റന്റിലാണ് തുടങ്ങുന്നതെന്ന് വിചാരിച്ചോ. 50 ഗ്രാം റിയാക്റ്റന്റിലാണ് റിയാക്ഷൻ തുടങ്ങുന്നതെങ്കിൽ, അതായത് നിങ്ങൾ ഈ ആറിന്റെ വാല്യൂ 50 ഗ്രാം, അത് റിയാക്ഷൻ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് 40, 30, 20, 10 എന്നാണ് കുറയും. ഇനി നമ്മൾ തിരിച്ചു പോലെയാണ് 50 തന്നെ അല്ലേ?
അല്ലേ 50 എന്നുള്ള 60 ഗ്രാം ആക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? അത് നമ്മൾ തുടങ്ങുന്ന R0 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി, അല്ലേ, വാല്യൂ ഓഫ് സി കാണണം നമുക്ക്. ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇക്വേഷനിൽ -k × 0 എന്നാക്കി, ടിയുടെ വാല്യൂ 0 ആക്കി, സി ഞാൻ അവിടെ തന്നെ എഴുതി. ടിയുടെ വാല്യൂ 0 ആണെങ്കിൽ ആറിന്റെ വാല്യൂ എത്രയാ? ടിയുടെ വാല്യൂ 0 ആണെങ്കിൽ ആറിന്റെ വാല്യൂ R0 ആണ്. അപ്പൊ ഞാൻ എന്താക്കി? R0 -k × 0 അത് ക്യാൻസൽ ആയി, അല്ലേ? പിന്നെ ആര് മാത്രമേ ഉള്ളൂ? സി ഈക്വൽ ടു R0. സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? R0. അപ്പൊ നമുക്ക് ആ വാല്യൂ, ആ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സിയുടെ വാല്യൂ എത്രയാണ്? R0 ആണ്. മനസ്സിലാവുന്നുണ്ടാ പറയുന്നത്? അപ്പൊ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? ഇക്വേഷൻ 4ൽ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിയുടെ വാല്യൂ എത്രയാണ്? R0 ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ 4 എങ്ങനെ മാറും, അല്ലേ? R ഈസ് ഈക്വൽ ടു -kt പ്ലസ് R0. R ഈസ് ഈക്വൽ ടു -kt പ്ലസ് R0 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. ഈ ഇക്വേഷൻ പറയുന്ന പേരാണെന്ത്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. ഏതാണ്? R ഈക്വൽ ടു -kt പ്ലസ് R0. ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. എപ്പോൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും കാണാതെ പറയാൻ പറ്റണം എന്താണ്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ ഈസ് R ഈക്വൽ ടു -kt പ്ലസ് R0. ഇനി നമുക്ക് ഇതിനെ ഇക്വേഷനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഒന്നും കൂടെ നോക്കാം കേട്ടോ. അതായത് ഒന്നും കൂടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കേട്ടിട്ട് അതിൻ്റെ ഭാഷ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് R ഈക്വൽ ടു -kt പ്ലസ് R0 ആണ്. R ഈക്വൽ ടു -kt പ്ലസ് R0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഞാൻ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് തിയറി വേറെ പറയാനുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് തന്നെ തിരിച്ചു വേണം. നൗ കൺസിഡർ ഇഫ് യു ഹാവ് എ റിയാക്ഷൻ ഓഫ് ദ ഫോം y ഈക്വൽ ടു mx പ്ലസ് c. y ഈക്വൽ ടു mx പ്ലസ് c എന്ന് പറഞ്ഞ റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. ഇതാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ y റെപ്രസെൻ്റ് ചെയ്യുന്നത് y ആക്സിസിനെയാണ്. y റെപ്രസെൻ്റ് ചെയ്യുന്നത് y ആക്സിസിനെയും x റെപ്രസെൻ്റ് ചെയ്യുന്നത് x ആക്സിസിനെയാണ്. ഇതാണ് y ഈക്വൽ ടു, അല്ലെ, y എഗെയിൻസ്റ്റ് x. എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ നോക്കി, ഈ m എന്ന് പറയുന്നതാണ് അതിൻ്റെ സ്ലോപ്പ്. ഒന്നുകിൽ -m ആവാം അല്ലെങ്കിൽ +m എന്നാവാം. ഇപ്പം ഞാൻ എഴുതിയതിൽ +m ആണുള്ളത്, അല്ലേ? അപ്പോൾ നമ്മൾ പോസിറ്റീവ് സ്ലോപ്പ് എന്നാണ് പറയാം. -m ആണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്കാണ് സ്ട്രെയിറ്റ് ലൈൻ പോവുക. നെഗറ്റീവ് ആണ് സ്ലോപ്പ് എങ്കിൽ മുകളിൽ നിന്ന് താഴേക്കാണ് വരിക. എന്നിട്ട് ഈ സ്ലോപ്പിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഇതിൻ്റെ ടാൻ തീറ്റ, ഇതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പിൻ്റെ വാല്യൂ എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു m. അതിൻ്റെ ചെരിവ്, അല്ലേ, സ്ലോപ്പ് എത്രയാന്ന് ചോദിച്ചാൽ എന്താണ്? m ആണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ y ആക്സിസുമായി വന്ന് തട്ടുന്ന പോയിന്റ് y ഇന്റർസെപ്റ്റ് എന്നാണ് പറയാം. ആ y ആക്സിസുമായി വന്ന് തട്ടുന്ന പോയിന്റിന്റെ വാല്യൂ ആണെന്ത്? c. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഇതെന്താണെന്ന് പറയാം? c ആണെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് നേരത്തെ ഇക്വേഷൻ എന്താ കിട്ടിയത്? നേരത്തെ കിട്ടിയ ഇക്വേഷൻ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു -kt പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് R0. ഇങ്ങനെയല്ലേ കിട്ടിയത്? കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു -kt പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ y ഈക്വൽ ടു mx പ്ലസ് c രൂപത്തിലല്ലേ? നോക്ക്, y ഈസ് ഈക്വൽ ടു mx പ്ലസ് c. അതിൽ R എന്ന് പറയുന്നത് റെപ്രസെൻസ് y, -k റെപ്രസെൻസ് ദ സ്ലോപ്പ്, t റെപ്രസെൻസ് ദ x ആൻഡ് R0 റെപ്രസെൻസ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, y ഇന്റർസെപ്റ്റ് c. അപ്പോൾ ഇതിന്റെ ഇക്വേഷന്റെ ഗ്രാഫ് എങ്ങനെയാ വരാ? നോക്ക്, വളരെ ഈസി ആയിട്ട് ഗ്രാഫ് വരച്ചൂടെ. y ആക്സിസിൽ ആരെ കൊടുക്കണം? R, അല്ലേ? y ആക്സിസിൽ R എന്ന് പറഞ്ഞ ടേം കൊടുത്തു. x ആക്സിസിൽ ആരാണ്? t. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്താ? -k ആണ്. -k എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്കാ വരാം, അല്ലേ? -k ഇതാ താഴേക്ക്, അല്ലേ? എന്നിട്ട് ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -k ആണ്. y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റ് ലൈൻ y ആക്സിസുമായി വന്ന് തട്ടുന്ന പോയിന്റ് അല്ലേ y ഇന്റർസെപ്റ്റ്. ഈ y ഇന്റർസെപ്റ്റിന്റെ വാല്യൂ എന്താണ്? R0. നിങ്ങൾ നോക്കിയേ, ഈ y ഇന്റർസെപ്റ്റിന്റെ വാല്യൂ ആണ് R0. R0 പറഞ്ഞാൽ ഈ പോയിന്റ് ആണ് R0. അതിന്റെ മീനിങ് എന്താ? t 0 ആയ സമയത്ത്, t
T0 ഇവിടെ എക്സ് ആക്സിലെ വൈ ആക്സിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അല്ലേ, T0 ആകുമ്പോൾ ഈ റിയാക്ടന്റിന്റെ വാല്യൂ എന്താ, ഇനീഷ്യൽ വാല്യൂ R0. ഇതിലും നന്നായിട്ട് നമുക്ക് ആ ടേമിനെ എക്സ്പ്രസ് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ നേരത്തെ തിരിച്ചു വന്നില്ലേ, നേരത്തെ ഞാൻ തിരിച്ചു വന്ന് T0 നിൽക്കുമ്പോൾ ആറിന്റെ വാല്യൂ എന്താ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. തിരിച്ചു വന്ന് 0 എത്തിയപ്പോൾ ഇനീഷ്യൽ വാല്യൂ എത്രയാണ്, R0. അതിനേക്കാൾ മുകളിലേക്ക് ഇനി ഗ്രാഫ് പോകില്ല. കാരണം എന്താണ്, ഗ്രാഫ് തുടങ്ങുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയും. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. എന്നിട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷനുകൾ നോക്ക്. R ഈക്വൽ ടു മൈനസ് KT പ്ലസ് R0. R ഈക്വൽ ടു മൈനസ് KT പ്ലസ് R0 ആണ്. അപ്പോൾ എന്താണ് ആർസിലെ KT ഈക്വൽ ടു ഈ മൈനസ് KT നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റി. അപ്പോൾ എന്ത് കിട്ടി, R0 മൈനസ് R അല്ലേ. KT ഈസ് ഈക്വൽ ടു R0 മൈനസ് R. എന്താ ഈ R0 മൈനസ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, R എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ടൈം T. നിങ്ങൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 50 ഗ്രാം, T എന്ന് പറഞ്ഞ സമയത്ത് അത് 30 ഗ്രാമിലേക്ക് എത്തി. അപ്പോൾ R0 മൈനസ് R എന്ന് പറഞ്ഞാൽ 50 മൈനസ് 30 എന്ന് പറഞ്ഞാൽ 20 ഗ്രാം റിയാക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ R0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും R എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റെ ടൈം T ആണെങ്കിൽ R0 മൈനസ് R റെപ്രസെന്റ്സ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ഗെറ്റ് റിയാക്റ്റഡ് അല്ലെ. എത്ര എമൗണ്ട് സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് എന്ത്, R0 മൈനസ് R അല്ലെ. 50 ഗ്രാം തുടങ്ങി 30 ഗ്രാമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എത്ര റിയാക്ട് ചെയ്തു അല്ലെ, 50 ഗ്രാമിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, ഇനി 30 ഉള്ളൂ. അതിന്റെ മീനിങ് എന്താ, 20 പോയി. ആ പോയ വാല്യൂ ആണ് എന്ത്, R0 മൈനസ് R. അപ്പോൾ നമുക്ക് എന്ത് പറയാം അല്ലെ, R0 മൈനസ് R ഈക്വൽ ടു KT. ആ വാല്യൂ എന്താണ് അല്ലെ, റേറ്റ് കോൺസ്റ്റന്റ് ഇൻ ടു ടൈം. റേറ്റ് കോൺസ്റ്റന്റ് ഇൻ ടു ടൈം അല്ലെങ്കിൽ എന്താണ് അല്ലെ, സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ലോപ്പ് അല്ലെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയാം അല്ലെ. മൈനസ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ആണ് എന്താ, സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ്. അപ്പോൾ Kയും Tയും കിട്ടിയിട്ടുണ്ടെങ്കിൽ സീറോ ഓർഡർ റിയാക്ഷനിൽ Kയുടെയും Tയുടെയും വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് എന്ത് പറയാം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് റിയാക്ട് ചെയ്ത്, കാരണം അത് K ഇൻറ്റു T. അതല്ലെങ്കിൽ ഇവിടെ K എന്ന് പറയുന്നത് എന്താ, K ഈസ് ഈക്വൽ ടു R0 മൈനസ് R ഡിവൈഡഡ് ബൈ T. ഇതാണ് ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റേറ്റ് കോൺസ്റ്റന്റ് K ഈക്വൽ ടു R0 മൈനസ് R ഡിവൈഡഡ് ബൈ T. ഇനി നമുക്ക് നോക്കാം സം ഓഫ് ദി എക്സാമ്പിൾസ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. എക്സാമ്പിൾസ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ, ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ പ്ലാറ്റിനം സർഫസ്. ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ പ്ലാറ്റിനം 2NH3 ഓൺ പ്ലാറ്റിനം ഗിവിംഗ് N2 പ്ലസ് 3H2. ഹേബേഴ്സ് പ്രോസസ് അല്ല കേട്ടോ, അതിൻ്റെ നേരെ റിവേഴ്സ് ആണ്. ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഓൺ ഹിയർ പ്ലാറ്റിനം ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. പ്ലാറ്റിനം എന്ന് പറഞ്ഞ മെറ്റലിൻ്റെ ആ സോളിഡിൻ്റെ മുകളിലാണ് ആര് ഡീകമ്പോസ് ചെയ്യുന്നത്, അമോണിയ ഗ്യാസ് ഡീകമ്പോസ് ചെയ്യുന്നത്. ഒരു സോളിഡിൻ്റെ മുകളിൽ ഗ്യാസ് വന്ന് ഡീകമ്പോസ് ചെയ്യുന്ന എല്ലാ റിയാക്ഷൻസും എന്താണ്, ഇറ്റ് ഫോളോസ് സീറോ ഓർഡർ കൈനറ്റിക്സ്. ഒരു സോളിഡിൻ്റെ മുകളിൽ ഗ്യാസ് അഡ്സോർബ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അത് നമുക്ക് പഠിക്കാനുണ്ട്, സർഫസ് കെമിസ്ട്രിയിലാണ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സോളിഡിൻ്റെ മുകളിൽ ഗ്യാസ് ഡികമ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് ഏത് കൈനറ്റിക്സാ, ഇറ്റ് ഫോളോസ് സീറോ ഓർഡർ കൈനറ്റിക്സ്. വേറൊരു എക്സാമ്പിൾ, ഹൈഡ്രജൻ അയോഡൈഡ് HI ഡികമ്പോസിഷൻ ഓൺ ഗോൾഡ് സർഫസ്. ഗോൾഡ് മെറ്റലിൻ്റെ മുകളിൽ ഹൈഡ്രജൻ അയോഡൈഡ് ഡികമ്പോസ് ചെയ്യും, എന്നിട്ട് ആരായിട്ട് മാറും, H2 പ്ലസ് I2. ഇത് ഫോളോ ചെയ്യുന്നത് എന്താണ്, ഇറ്റ് ഓൾസോ ഫോളോസ് എ സീറോ ഓർഡർ കൈനറ്റിക്സ്. അപ്പോൾ എന്താ സീറോ ഓർഡർ കൈനറ്റിക്സ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സോളിഡിൻ്റെ മുകളിൽ ഗ്യാസ് ഡീകമ്പോസ് ചെയ്യുന്ന എല്ലാ റിയാക്ഷൻസും എന്താണ്, സീറോ ഓർഡറാണ്. എന്താ സീറോ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അല്ലേ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യൂല, കാരണം എന്താ, റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് R പവർ 0 എന്നല്ലേ വരിക അല്ലെ. റേറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, റേറ്റ് ഈസ് ഈക്വൽ ടു K, വിച്ച് മീൻസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താ വരിക, ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NH3 റേസ് ടു 0. K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NH3 റേസ് ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ, റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് HI റേസ് ടു 0. ശരിയല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ റേറ്റ്. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, ഇത് രണ്ടും എക്സാമ്പിൾസ് ആണ്.
ഡിക്കമ്പോസിഷൻ ഓഫ് അമോണിയ, അതേപോലെ തന്നെ ഡിക്കമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയോഡൈഡ്. ഒന്ന് പ്ലാറ്റിനം സർഫസിന്, വേറൊന്ന് ഏതാണ്? ഗോൾഡ് സർഫസ്. ഇനി വേറെ ഏതെങ്കിലും ഗ്യാസ് ഓൺ എ സർട്ടൻ മെറ്റൽ ആണെങ്കിലും നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഫോളോസ് എ സീറോ ഓർഡർ റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കണ്ടു, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പറഞ്ഞു, അതേപോലെ തന്നെ റേറ്റ് കോൺസ്റ്റൻറ്റ് കെയുടെ യൂണിറ്റ് ഡിറൈവ് ചെയ്യുന്നത് അല്ലേ, അതിൻ്റെ അല്ലെങ്കിൽ ആ റേറ്റ് കോൺസ്റ്റൻറ്റ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് പോകണം, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടങ്ങുക അല്ലേ? ഇൻ്റഗ്രേറ്റഡ്. ഇപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ സീറോ ഓർഡറിൽ ചെയ്ത പോലെ തന്നെ എന്താണ്? കൺസിഡർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആർ ഗിവിംഗ് പി. ആർ ഗിവിംഗ് പി എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ നമുക്ക് എന്ത് പറയാം? ഫോർ എക്സാമ്പിൾ റേറ്റ് ഈസ് ഈക്വൽ ടു, എന്താ ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് റേസ് ടു 1. ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ടാണ് റേസ് ടു 1. കഴിഞ്ഞ ഇക്വേഷനിൽ സീറോ ഓർഡർ ആയതുകൊണ്ട് റേസ് ടു എത്രയായിരുന്നു? 0 ആണ്. അപ്പോൾ ഈ പവറാണ് എന്ത് തീരുമാനിക്കുന്നത്? ഓർഡർ തീരുമാനിക്കുന്നത്. ആർ പവർ 1, ആർ പവർ 0, ആർ പവർ 1/2 അല്ലേ? അതൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ആർ പവർ 1. ഇതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താണ്? റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി അല്ലേ? റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി. ഈ രണ്ട് ഇക്വേഷനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യും. രണ്ട് ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അല്ലേ? മൈനസ് ഡി ആർ ബൈ ഡി ടി മൈനസ് ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ പവർ 1. ആർ പവർ 1 എന്ന് പറഞ്ഞാൽ ആർ പവർ 1 എഴുതുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് റീഅറേഞ്ച്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി ആർ ബൈ ഡി ടി അങ്ങനെ ഒരു ഫോർമുല അല്ല. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ഉണ്ട്. ഏതാണ്? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്. ഇങ്ങനത്തെ ഒരു ടേം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ മുകളിൽ ഡി ആർ ആണെങ്കിൽ താഴെ ആറിലെ ഡി എക്സ് ആണെങ്കിൽ താഴെ എക്സ് വരണം, ഡി ആർ ആണെങ്കിൽ താഴെ 6 വരണം, വേണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് ആ ഇക്വേഷൻ്റെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് നടത്തുന്നു. എന്ത് കിട്ടി? മൈനസ് ഡി ആർ, ഈ 6 താഴേക്ക് കൊണ്ടുവരാം, 6 ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ടി. ഡി ടി ഇങ്ങോട്ട് കൊണ്ടുപോയി 6നെ താഴേക്ക് കൊണ്ടുപോകും അല്ലെ? മൈനസ് ആയി നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇതാ ഡി ആർ ബൈ ആർ ഈക്വൽ ടു മൈനസ് കെ ഡി ടി. എന്തിന് ചെയ്തു എന്ന് വെച്ചാൽ ഫോർ ദ പേർപ്പസ് ഓഫ് ഇൻ്റഗ്രേഷൻ. കാരണം നമുക്ക് കയ്യിലുള്ള ഒരു ഇക്വേഷനാണ് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ്. അപ്പോൾ ഡി ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ എക്സിൻ്റെ ഫോം തന്നെയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഈ ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ ഡി ആർ ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി ആണ്. ഇൻ്റഗ്രൽ ഡി ആർ ബൈ ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി. ഇൻ്റഗ്രൽ ഡി ആർ ബൈ ആർ എന്ന് പറയുന്നത്, ഇൻ്റഗ്രൽ ഡി ആർ ബൈ ആർ എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം ഓഫ് ആർ. ഇത് ഫോർമുലയാണ്. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോലെ ഇൻ്റഗ്രൽ ഡി ആർ ബൈ ആർ എന്താണ്? നാച്ചുറൽ ലോഗരിതം ഓഫ് ആർ പ്ലസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ഞാൻ കയ്യിൽ പിടിച്ചു, ഞാൻ അവിടെ കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിലുണ്ട്. ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻ്റഗ്രൽ ഡി ടി നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലേ? ഇൻ്റഗ്രൽ ഡി ടി ടി പ്ലസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ഇവിടെ ഒരു കോൺസ്റ്റന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈ കോൺസ്റ്റന്റ് പിടിച്ച് ഇങ്ങോട്ടേക്ക് ഇടും അല്ലേ? അപ്പോൾ ആ കോൺസ്റ്റന്റ് മൈനസ് അല്ലേ? ഇവിടെയുള്ള കോൺസ്റ്റന്റ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് ആയി. അപ്പോൾ 2 കോൺസ്റ്റന്റ് വന്നു. ആ 2 കോൺസ്റ്റന്റിനെയും കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്താൽ സി മൈനസ് കെ ടി പ്ലസ് സി. അപ്പോൾ ഇക്വേഷൻ കിട്ടുന്നത് എന്താണ്? നാച്ചുറൽ ലോഗരിതം ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് സി. ഇനി അടുത്ത പരിപാടി എന്താണ്? ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി അല്ലേ? ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി. സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വെൻ ടി ഈസ് ഈക്വൽ ടു 0, ടി 0 ആവുമ്പം ആറിൻ്റെ വാല്യൂ എന്താവും? ആർ ഈസ് ഈക്വൽ ടു R0. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് അല്ലേ? ഏതാണ്? ഞാൻ ടൈം, ഇത് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, സമയം മുന്നോട്ട് പോകുന്നു. ടി എന്ന് പറഞ്ഞ സമയത്ത് എത്തുമ്പോൾ ആർ എന്തായി? താഴേക്ക് വന്നു അല്ലേ? R0 എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞ വാല്യൂലേക്ക് എത്തി. ഇനി ടൈം പതുക്കെ തിരിച്ചു പോരുകയാണ്, 0ലേക്ക് പോരുകയാണ്. ടൈം 0ലേക്ക് തിരിച്ചു പോയാൽ ആറിൻ്റെ വാല്യൂ ഏതിലേക്ക് തിരിച്ചു പോകണം? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ടൈം 0 പറഞ്ഞാൽ ഇനീഷ്യലാണ്. അപ്പോൾ നമ്മൾ ടൈമിനെ 0ലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ടൈം മാറുമ്പോൾ ഇവിടെ 2 ആൾക്കാർ തമ്മിൽ റിലേറ്റഡാണ്, ടിയും ആറും. ടി കൂടുന്നതിനനുസരിച്ച് ആറിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും.
ടി കൂടുന്നതിനനുസരിച്ച് ആറിൻ്റെ വാല്യൂ കുറയൂലേ? കാരണം എന്താ, റിയാക്റ്റൻ്റ് മുന്നോട്ടാണ് പോവുക, റിയാക്റ്റൻ്റ് സമയം അനുവദിക്കുന്നതിനനുസരിച്ച് റിയാക്റ്റൻ്റ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടീനെ തിരിച്ചു കൊണ്ടുവന്നു, ടീനെ 0 ആക്കി പഴയ തുടങ്ങിയ സ്ഥലത്ത്. അപ്പോൾ റിയാക്റ്റൻ്റ് മാക്സിമം ആണ് എത്രയാണ്, R0. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി, നാച്ചുറൽ ലോഗരിതം ഓഫ് R0 is equal to minus k into 0 plus c. അതല്ലെങ്കിൽ എന്ത് കിട്ടി, c is equal to natural logarithm of R0. ആ വാല്യൂ ഇവിടെ കൊടുത്തൂടെ, ഈ വാല്യൂ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി അല്ലേ, സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നാച്ചുറൽ ലോഗരിതം ഓഫ് R0. ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഏത്, നാച്ചുറൽ ലോഗരിതം ഓഫ് R ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് നാച്ചുറൽ ലോഗരിതം ഓഫ് R0. ഏത് സമയം ചോദിച്ചാലും കാണാതെ പറയാം, നാച്ചുറൽ ലോഗരിതം ഓഫ് R ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് നാച്ചുറൽ ലോഗരിതം ഓഫ് R0 ആണ്. ഇനി നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കണം. എന്താ ഗ്രാഫ് വരയ്ക്കുക, ഗ്രാഫ് നമുക്കറിയാം y ഈക്വൽ ടു mx പ്ലസ് c രൂപത്തിലാണോ അല്ലേ എന്നുള്ള ആദ്യം നോക്ക്. ഈ ഗ്രാഫ് ഇല്ലേ, ഈക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു mx പ്ലസ് c രൂപത്തിലല്ലേ? ഇത് നിങ്ങൾ എല്ലാം കൂടെ ഒറ്റ അടിക്ക് കാണണ്ട കേട്ടോ, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കാണണ്ട അല്ലേ, ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി പഠിച്ചിട്ട് മാത്രം ബാക്കിയുള്ള ഭാഗം കണ്ടാൽ മതി, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം ഓഫ് R ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് നാച്ചുറൽ ലോഗരിതം ഓഫ് R0. ഞാൻ നോക്കുകയാണെങ്കിൽ y അത് ശരിയാണ്, m ഉണ്ട്, x ഉണ്ട്, c ഉണ്ട്. അങ്ങനെ നമുക്ക് ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. y ആക്സിസിൽ ആരാ വേണ്ടത്, നാച്ചുറൽ ലോഗരിതം ഓഫ് R. y ആക്സിസിൽ നാച്ചുറൽ ലോഗരിതം ഓഫ് R, x ആക്സിസിൽ t ടൈം. അങ്ങനെയാണ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും വിത്ത് സ്ലോപ്പ് മൈനസ് കെ. മൈനസ് സ്ലോപ്പാണ്, നെഗറ്റീവ് സ്ലോപ്പ്, മുകളിൽ താഴേക്ക് വരും ഇതാ അല്ലേ. ഈ സ്ലോപ്പിന്റെ വാല്യൂ എന്താ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് കെ അല്ലേ. y ഇന്റർസെപ്റ്റ്, y ആക്സിസുമായി തട്ടുന്ന പോയിന്റ് എന്നാണ് c ആരാണ്, നാച്ചുറൽ ലോഗരിതം ഓഫ് R0 അല്ലേ. ഇത്ര ഈസി ആയിട്ട് നമുക്കിത് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളോട് ഇപ്പോൾ ഗ്രാഫ് തന്നിട്ട് ഇത് ഏത് ഓർഡറാണ്, ഇത് ഫസ്റ്റ് ഓർഡറാണ് അല്ലേ. എന്താ ഇതിന്റെ ഇക്വേഷൻ, y ഈക്വൽ ടു mx പ്ലസ് c, നാച്ചുറൽ ലോഗരിതം ഓഫ് R ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് നാച്ചുറൽ ലോഗരിതം ഓഫ് R0. അപ്പോൾ ഇതിങ്ങനെ രണ്ട് ഇക്വേഷൻസ്, ഒന്ന് ഏതാണ്, ഒന്ന് സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും അതേപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. നമ്മൾ തീർന്നിട്ടില്ല, ഇവിടെ നിർത്തുന്നില്ല, നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. നോക്കുക, നമുക്ക് കിട്ടിയ ഇക്വേഷൻ നാച്ചുറൽ ലോഗരിതം ഓഫ് R ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് നാച്ചുറൽ ലോഗരിതം ഓഫ് R0. നാച്ചുറൽ ലോഗരിതം ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് നാച്ചുറൽ ലോഗരിതം ഓഫ് R0 ആണ്. റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കെ ടി ഇങ്ങോട്ടേക്ക് എടുത്ത് കെ ടി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് R0 മൈനസ് നാച്ചുറൽ ലോഗരിതം ഓഫ് R. നാച്ചുറൽ ലോഗരിതം ഓഫ് R0 മൈനസ് നാച്ചുറൽ ലോഗരിതം ഓഫ് R. കെ ടി ഇത് log a മൈനസ് log b ആണ്. log a മൈനസ് log b എന്ന് പറഞ്ഞാൽ log a ബൈ b ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒന്നിച്ച് എങ്ങനെ എഴുതാ, നാച്ചുറൽ ലോഗരിതം ഓഫ് R0 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് R. a മൈനസ് നാച്ചുറൽ ലോഗരിതം ഓഫ് b എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം ഓഫ് a ബൈ b എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലോഗരിതം ഓഫ് R0 ഡിവൈഡഡ് ബൈ R. ഈ രണ്ട് ടേമിന് നാച്ചുറൽ ലോഗ് ബാധകമാണ്, അല്ലാതെ എന്തല്ല നാച്ചുറൽ ലോഗരിതം ഓഫ് R0 ഡിവൈഡഡ് ബൈ R അല്ല. ഇതിനെ ലോഗിലേക്ക് മാറ്റുന്നു. ലോഗിലേക്ക് മാറ്റുക എങ്ങനെയാണ്, കെ ടി. നിങ്ങൾ തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. നാച്ചുറൽ ലോഗിനെ ലോഗിലേക്ക് മാറ്റുന്നത് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ത് കിട്ടി, 2.303 ലോഗ് R0 ഡിവൈഡഡ് ബൈ R. കെ ടി ഈസ് ഈക്വൽ ടു 2.303 ലോഗ് R0 ബൈ R. അതല്ലെങ്കിൽ കെ ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് R0 ഡിവൈഡഡ് ബൈ R. ഇതാണ് കെയുടെ ഇക്വേഷൻ. ഫസ്റ്റ് സീറോ ഓർഡറിൽ നമുക്ക് കെ എന്താ കിട്ടിയത്, സീറോ ഓർഡറിൽ കെ എന്ന് പറഞ്ഞാൽ R0 മൈനസ് R ബൈ ടി ആണ്. ഫസ്റ്റ് ഓർഡറിൽ കെ എന്ന് പറയുന്നത് എന്താ, 2.303 ബൈ ടി ലോഗ് R0 ബൈ R. ഇനി ഇതേ ഇക്വേഷനെ തന്നെ ഇവിടെ നോക്കിക്കോളൂ, ലോഗ് R0 ഡിവൈഡഡ് ബൈ R. ലോഗ് R0 ബൈ R ഈക്വൽ ടു എന്താണ്, ഇസ് ഈക്വൽ ടു കെ ടി ഡിവൈഡഡ് ബൈ 2.303. log R0 by R is equal to KT divided by 2.303. R0 divided by R is equal to KT. ഏതിക്കൂടെ KT divided by 2.303. ഞാൻ പറയാണ്, this equation is of the form y is equal to mx plus c. ഞാൻ അങ്ങനെ പറയുന്നത് y എന്ന് പറയുന്നത് log R0 by R. മൊത്തത്തിൽ ഇവരെ മൊത്തം ഈ ടേം മൊത്തം എന്താണ്, y റെപ്രസെന്റ് ചെയ്യുന്നു.
k/2.303 എമ്മിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ടി എക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു, സിനെ റെപ്രസെന്റ് ചെയ്യാൻ ആരാളുള്ളത്? അപ്പോൾ അത് y = mx+c രൂപത്തിലാണോ? ഏത് log r0/r = k/2.303 × t എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? y = mx. ആരില്ല? സി കാണാനില്ല. സി കാണാനില്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? അപ്പോൾ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? 0 ആണ്. കാരണം +0 -0 ചെയ്താൽ അവിടെ എന്ത് ചെയ്യില്ല? ഈ വാല്യൂയിലേക്ക് മാറ്റല്ല. അപ്പോൾ ഇതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എങ്ങനെ വരാം നോക്ക്. ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ y ആക്സിസിൽ ആര് വരണം? log r0/r. log r0 divided by r. അല്ലേ? y = log r0/r. x ആക്സിസിൽ ടൈം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ് k/2.303. സ്ട്രെയിറ്റ് ലൈൻ ഏതിലൂടെ പാസ് ചെയ്യണം? സിയിലൂടെ പാസ് ചെയ്യണം. സിയിലൂടെ പാസ് ചെയ്യാന്നാൽ 0-ലൂടെ. സ്ട്രെയിറ്റ് ലൈൻ്റെ 0 ഇവിടെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കിട്ടുക? ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഈ ഗ്രാഫിൻ്റെ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 0 ആണ്. സ്ലോപ്പ് എത്രയായിരിക്കും? സ്ലോപ്പിൻ്റെ വാല്യൂ k/2.303. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ കെയുടെ വാല്യൂ എന്താ? സ്ലോപ്പ് ഇൻറ്റു 2.303. സ്ലോപ്പ് ഇൻറ്റു 2.303. യു ഗോട്ട് ഇറ്റ്? മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ? എന്താണ് സ്ലോപ്പിൻ്റെ വാല്യൂ അല്ലെ കെയുടെ വാല്യൂ എന്താണ്? സ്ലോപ്പ് ഇൻറ്റു 2.303. അതായത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ സ്ലോപ്പിൻ്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ ഇഫ് യു നോ ദ വാല്യൂ ഓഫ് സ്ലോപ്പ് we can determine the value of rate constant k. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കാരണം സ്ലോപ്പിനെ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണെന്ത്? കെ എന്ന് പറയുന്നത്. ഓക്കെ, നൗ എക്സാമ്പിൾസ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നോക്കിക്കോളൂ. C2H4 പ്ലസ് H2 ഗിവിംഗ് C2H6. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. C2H4 പ്ലസ് ഏതാണ്? റിഡക്ഷൻ അല്ലെ ഹൈഡ്രോജനേഷൻ ഓഫ് ഈത്തീൻ അല്ലേ? CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എന്താ? റേറ്റ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C2H4 റേസ് ടു 1 ആണ്. ഇങ്ങനെയാണ് റേറ്റ് ഇക്വേഷൻ വരുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ, ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. സെക്കൻഡ് എക്സാമ്പിൾ, all radioactive disintegrations. എല്ലാ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസും എന്താണ്? ഇറ്റ് ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. എല്ലാ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻ ഇപ്പോൾ ഏതാ പറയുക? ഡിക്കമ്പോസ് അല്ലെങ്കിൽ ഒരു കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്, ഇതിൻ്റെയൊക്കെ ഡിസിൻറ്റഗ്രേഷൻസ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ജനറലൈസ് ചെയ്തോളൂ. എല്ലാ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻസ് ഫോളോ ചെയ്യുന്ന എന്താണ്? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. ദെൻ ഡിക്കമ്പോസിഷൻ ഓഫ് N2O5. ഡീകമ്പോസിഷൻ ഓഫ് N2O5. ഡീകമ്പോസിഷൻ ഓഫ് N2O5 അത് ഫോളോ ചെയ്യുന്നു എന്ന് തന്നെയാണ്? ഇറ്റ് ഫോളോസ് എ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്. അപ്പോൾ 3 എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. C2H4 പ്ലസ് H2, ദെൻ ഓൾ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻസ്, ഡീകമ്പോസിഷൻ ഓഫ് N2O5. ഇറ്റ് ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് ഒരു ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? നാച്ചുറൽ ലോഗരിതം ഓഫ് R ഈക്വൽ ടു -KT പ്ലസ് നാച്ചുറൽ ലോഗരിതം ഓഫ് R0. കെയുടെ വാല്യൂ എന്താ? K = 2.303/t log r0/r. 2 ഗ്രാഫ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിൽ നമ്മൾ 2 ഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. 2 ഗ്രാഫ് നമ്മൾ പഠിച്ചു വെക്കുക. y = mx+c. എന്താ സ്ലോപ്പിന്റെ വാല്യൂ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ K ഈസ് ഈക്വൽ സ്ലോപ്പ് ഇൻറ്റു 2.303 അല്ലെ? K = എന്താണ് അല്ലെ? നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്ലോപ്പ് = K/2.303 ആണ്. അപ്പോൾ K = സ്ലോപ്പ് ഇൻറ്റു 2.303. നമ്മൾ വീഡിയോയിലുള്ള കുറച്ച് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നും കൂടി 2-3 വട്ടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ ആണല്ലോ? ശരി.